നമുക്കൊക്കെ ഈ സമസ്തയോടുള്ള വലിയ കടപ്പാടിന്റെ കാരണം എന്താ? ലക്ഷക്കണക്കിന് ആളുകൾക്ക് സമസ്ത എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനത്തോടൊരു സംഘടന എന്നുള്ളതിന്റെ അപ്പുറം ഒരാത്മീയമായ ഹൃദയബന്ധം എന്തുകൊണ്ടാണ് വേണ്ടത്? ഈ ഇരിക്കുന്ന സഹോദരിമാർ, നമ്മളുടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഉമ്മമാര്, പെൺകുട്ടികള്, സഹോദരിമാര്, അവർക്ക് എന്താണ് ഈ പ്രസ്ഥാനത്തോടുള്ള ശുക്ർ, നന്ദി എന്തുകൊണ്ടാണ്? പല കാരണങ്ങളും അതിനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം, അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ പഠിക്കാൻ അലിഫ് മുതൽ ഓരോ അക്ഷരങ്ങളും കൃത്യമായി ക്രമീകരിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ സംവിധാനത്തിലൂടെയാണ് നമ്മളുടെ ഹൃദയത്തിൽ പതിഞ്ഞത് എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ഖുർആൻ ഓതാൻ തുടങ്ങിയത് എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മളത് മനഃപ്പാഠമാക്കി തുടങ്ങിയത് എന്നുള്ളതാണ്. ഖുർആൻ ഓതാനും അത് മനഃപ്പാഠമാക്കാനും അത് ജീവിതത്തിൽ നമ്മളുടെ ഇബാദത്തുകളിൽ പ്രയോഗിക്കാനും മാത്രമല്ല, ആ ഖുർആൻ അനുസരിച്ചുള്ള ഒരു സംസ്കാരം, എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ മാതാപിതാക്കളോട് വർത്തിക്കണം, എങ്ങനെയാണ് ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കേണ്ടത്, ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ച, അല്ല പരിശീലിപ്പിച്ച, നമ്മളുടെ ജീവിതത്തെ ആകമാനം ക്രമപ്പെടുത്തിയ സംവിധാനമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, മഹാപണ്ഡിതന്മാർ, സാദാത്യങ്ങൾ രൂപപ്പെടുത്തിയ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ. 100ാം വാർഷികത്തിൽ പങ്കാളികളാവാൻ കഴിയുക, ആ 100 കൊല്ലത്തിന്റെ കുറെ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് ആ വാർഷികത്തിന്റെ കുറെ അനുഭവങ്ങളിൽ കൂടുക, ഇതൊക്കെ ഒരു വലിയ സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യമാണ് അൽഹംദുലില്ലാ നമുക്കിടയിൽപ്പെട്ട കുറെ ആളുകൾക്ക് കിട്ടുന്നത്. 33,313 ആളുകൾ 2-3-4 ദിവസം ഒരു സ്ഥലത്ത് താമസിച്ച് ഈമാനും തഖ്വയും വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അവർ ഖുർആൻ ഓതി. അത്രയും ഖത്മുകൾ അവിടെ ഓതപ്പെടുന്നുള്ളതാണ്. ഒരാളൊരു ഖത്മ് ഓതുക, അത്രയും യാസീനുകൾ, അത്രയും മുൽക്കുകൾ, അത്രയും തഹ്ലീലുകൾ, ഇതെല്ലാം ക്രമപ്രവൃദ്ധമായ രീതിയിൽ അവിടെ ഒരുമിച്ച് കൂടുന്ന ആളുകൾ ഒരുമിച്ച് ചെയ്ത് ആ ഒരു ആത്മീയമായ പ്രഭാവം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരായിട്ടാണ് മഹാസമ്മേളനം അവസാനിക്കുക. അങ്ങനെയൊക്കെ ഒരു സമൂഹത്തെ അങ്ങനെ ഒരുമിപ്പിച്ച് കൊണ്ടുവന്നാൽ മാത്രമാണ് ഇനിയുള്ള തലമുറ ഈ ദീനിൽ അടിയുറച്ചു നിൽക്കുകയുള്ളൂ. ഖുർആൻ ഓതുവാനുള്ള ആ സംസ്കാരം സ്വീകരിക്കുവാനുള്ള ഒരു മാർഗം അവരുടെ മുമ്പിലും തെളിഞ്ഞു വരികയുള്ളൂ. അതുകൊണ്ട് നമ്മളൊക്കെ സമ്മേളനത്തിൽ പങ്കെടുക്കണം, പോകുന്നവരെ പ്രോത്സാഹിപ്പിക്കണം, നമ്മളുടെ പ്രിയപ്പെട്ട മക്കളെ പറഞ്ഞേക്കണം. സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി നമ്മളെല്ലാവരും അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഉമ്മത്തിന് കാവലേകുവാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ സംഘ സംവിധാനം, അജയ്യമായ പണ്ഡിതന്മാരുടെ നേതൃത്വം ഈ ഉമ്മത്തിൽ ലോകാവസാനം വരെ നിലനിൽക്കുവാൻ നമ്മൾ ഓരോരുത്തരും നമ്മെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പങ്കാളിത്തം വഹിക്കുകയും വേണം.